മിസ് യു പപ്പ, ലവ് യു പപ്പ. കടലിനക്കരെ നിന്ന മൊബൈൽ സ്ക്രീനിലൂടെ ഉപ്പയുടെ ചേതനയേറ്റ മുഖം നോക്കി മക്കൾ വിളിച്ചു പറഞ്ഞു. വിശുദ്ധ ഹറമിൽ എഴുത്തിക്കാഫിരിക്കെ മരണത്തിലേക്ക് നടന്നുപോയ മഞ്ചേരി സ്വദേശി ഷബീർ കട്ടിലിന്റെ വിടവാങ്ങൽ ചടങ്ങ് കണ്ടു നിന്നവരെയെല്ലാം കണ്ണീരണിയിച്ചു. റമദാനിലെ അവസാന 10 പുണ്യം തേടി ഹറമിലെത്തിയ മലപ്പുറം മഞ്ചേരി ഹാജിയാർ പള്ളി സ്വദേശി ഷബീർ കട്ടിൽ പ്രാർത്ഥന നിർഭരമായ നിമിഷങ്ങൾക്കിടയിലാണ് വിട പറഞ്ഞത്. ജിദ്ദയിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന ഷബീർ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയതായിരുന്നു. പിന്നീടാണ് വീണ്ടും പ്രവാസിയായി ജിദ്ദയിലെത്തിയത്. മരണത്തിന് ഏതാനും ദിവസം മുമ്പ് ഷബീറിനെ കാണാതായിരുന്നു. മക്കയിലുള്ള ജ്യേഷ്ഠന്റെ മകന്റെ സുഹൃത്ത് കണ്ണൂർ സ്വദേശി ഫുആദ് ഫൈസലിനൊപ്പമായിരുന്നു താമസം. 2 ദിവസമായി മുറിയിൽ വരാത്തതിനാലും ഫോൺ എടുക്കാത്തതിനാലും പോലീസ് സ്റ്റേഷനുകളിലും ആശുപത്രികളിലും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. വിവരമറിഞ്ഞ് റിയാദിലും ജിദ്ദയിലുമുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും മക്കയിലേക്ക് ഓടിയെത്തി. KMCC പ്രവർത്തകനായ ബഷീർ മാനിപ്പുരത്തിന്റെ നേതൃത്വത്തിൽ മൃതദേഹം മറവ് ചെയ്യാനുള്ള കോൺസുലേറ്റ് നടപടികളും സഹീർ മൊഗ്രാൽ പുത്തൂരിന്റെ നേതൃത്വത്തിൽ ഹറം പോലീസ് സ്റ്റേഷനിലെ മറ്റു കാര്യങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കി. മയ്യത്ത് കുളിപ്പിച്ച ശേഷം നമസ്കാരത്തിനായി ഹറമിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പാണ് നാട്ടിൽ നിന്ന് ഭാര്യയും മക്കളും വീഡിയോ കോളിലൂടെ ആ മുഖം അവസാനമായി കണ്ടത്. ഉപ്പയുടെ മൃതദേഹം നോക്കി 2 മക്കളും മിസ് യു പപ്പ, ഐ ലവ് യു പപ്പ എന്ന് കരഞ്ഞു വിളിച്ചപ്പോൾ അവിടെ കൂടി നിന്നവരുടെ എല്ലാം നിയന്ത്രണം വിട്ടു. മക്കയിലും പരിസരത്തും മരിക്കുന്നവരുടെ മയ്യത്തുകൾ കുളിപ്പിക്കാനും മറ്റു കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ടെന്നും എന്നാൽ ഇത്രമേൽ ഹൃദയം തകർന്ന മറ്റൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നുമാണ് മക്കയിലെ സാമൂഹ്യ പ്രവർത്തകൻ മൊഗ്രാൽ പുത്തൂർ സ്വദേശി സഹീർ പറഞ്ഞത്. മക്കളുടെ സ്നേഹ ചുംബനങ്ങൾ നേരിട്ട് ഏറ്റുവാങ്ങാൻ കഴിയാതെ മൊബൈൽ സ്ക്രീനിലെ തണുത്ത കാഴ്ചയായി ഷബീർ യാത്രയായി. മക്കൾ വിളിച്ചു പറഞ്ഞ ലവ് യു പപ്പ എന്ന വാക്കുകൾ മക്കയുടെ മണ്ണിൽ വലിയ പ്രാർത്ഥനയായി ബാക്കിയാകുന്നു.